പോക്സോ കേസ് പ്രതിയോട് ഇരക്ക് ലാപ്ടോപ്പ് വാങ്ങി നൽകാൻ കോടതി. ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തുവന്ന ഒരു വിധിയാണിപ്പോൾ ചർച്ച. പൂനെ സ്വദേശിയായ 52 വയസ്സുകാരനായ ഒരു വ്യവസായിക്കെതിരെയാണ് അനന്തരവൾ പോക്സോ നിയമപ്രകാരം പരാതി നൽകിയത്. 2024 കാറിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു പെൺകുട്ടിയുടെ ആദ്യത്തെ ആരോപണം. എന്നാൽ കോടതിയിൽ വാദം കേൾക്കുന്നതിനിടയിൽ പെൺകുട്ടിയും കുടുംബവും തങ്ങളുടെ നിലപാട് മാറ്റി. ഈ പരാതി വെറും ഒരു തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണെന്നും കുടുംബങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പെൺകുട്ടി കോടതിയെ അറിയിച്ചു. പെൺകുട്ടിയും മാതാപിതാക്കളും പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയതോടെ ജസ്റ്റിസ് അശ്വിൻ ഡി ഭോബെ പ്രതിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കി. കേസ് റദ്ദാക്കിയെങ്കിലും ഗൌരവകരമായ ഒരു പരാതി നൽകി കോടതിയുടെ സമയം കളഞ്ഞതിനും നിയമപ്രക്രിയകൾക്ക് കാരണമായതിനും പ്രതിക്ക് 1.5 ലക്ഷം രൂപ പിഴ ചുമത്തി. ഇതിലാണ് കോടതി ഒരു വ്യത്യസ്തമായ നിർദ്ദേശം നൽകിയത്. ഈ 1.5 ലക്ഷം രൂപയിൽ നിന്ന് പെൺകുട്ടിയുടെ തുടർപഠനത്തിനായി ഏറ്റവും പുതിയ മോഡലിലുള്ള ഒരു മാക്ബുക്കോ അല്ലെങ്കിൽ അവൾക്ക് താൽപ്പര്യമുള്ള ലാപ്ടോപ്പോ വാങ്ങി നൽകണം. പെൺകുട്ടിയോട് നേരിട്ടാലോചിച്ച് അവൾക്ക് പഠനത്തിന് അനുയോജ്യമായ ഉപകരണം തിരഞ്ഞെടുക്കാൻ ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി. ലാപ്ടോപ്പ് വാങ്ങിയ ശേഷം ബാക്കി തുക ഹൈക്കോടതി ജീവനക്കാരുടെ മെഡിക്കൽ വെൽഫെയർ ഫണ്ടിലേക്ക് നൽകണം. എന്തായാലും വിധിപ്രസ്താവം അതോടെ വൈറലായി.